ആഡിസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് നിന്ന് ഞായറാഴ്ച ദിവസമാണ് രാവിലെ അല്ല 10-11 മണിയായെന്ന് തോന്നുന്നു. 11:22 അപ്പം നമ്മൾ ഓട്ടം എടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, കഴിച്ചിട്ട് ഇറങ്ങും. കഴിച്ചിട്ട് നമ്മൾ ഐശ്വര്യമായിട്ട് യൂബർ ഓട്ടം തുടങ്ങും. അപ്പം നമുക്ക് ഫസ്റ്റ് ഓട്ടം എടുത്തിട്ട് കാണാം. പിന്നെ ഇന്നലെ ഞാൻ വെട്ടുകാട് പോയായിരുന്നു. വെട്ടുകാട് പോയപ്പം മേടിച്ചതാണ് ഒരു പെർഫ്യൂം, സിട്രസിൻ്റെ. നല്ല സാധനം, 250 രൂപ. അപ്പോൾ നമുക്ക് കാണാം. യൂബർ ഓടാൻ അങ്ങനെ സിറ്റിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരു കോള് വന്ന, ഒരു അത്യാവശ്യമായിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരാളെ എടുത്ത് പുനലൂർ ഡ്രോപ്പ് ചെയ്യണമെന്ന്. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അങ്ങനെ പിന്നെ ആ പുള്ളിക്കാരിയെ കൊണ്ട് പുനലൂർ ഡ്രോപ്പ് ചെയ്യണം. അങ്ങനെ വന്നതാണ്. ഡ്രോപ്പ് ചെയ്തു. ഇനി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നിർത്തി ഒന്ന് ഫുഡ് കഴിക്കണം, എന്നിട്ട് യൂബർ ഓണാക്കണം. ഇവിടെ നിന്ന് യൂബർ ഓണാക്കി പോവാം. ഇവിടെ നിന്ന് അടിച്ചാൽ അത്രയും നന്നായി. വരുമ്പോൾ വീഡിയോ എടുക്കാത്തത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് പിന്നെ വീഡിയോ ഒന്നും കഴിഞ്ഞിട്ടും എടുക്കാമെന്ന് വിചാരിച്ചു. പുള്ളിക്കാരിയുടെ അത് ഹസ്ബൻഡ് മരിച്ച സംഭവം വെള്ളം അടിച്ചിട്ടാണ് കേട്ടോ. വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിച്ച് ബാലൻസ് പോയി റോഡിൽ തലയിടിച്ചു. അങ്ങനെ പിന്നെ കാതൊന്നും മൂക്കൊന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു നിർത്താതെ. പിന്നെ വാരിയലിൽ പൊട്ടലുണ്ട്. അങ്ങനെ സംഭവം വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ നോക്കിയും കണ്ടൊക്കെ ഓടിക്കണം. പ്രത്യേകിച്ച് വെള്ളം അടിച്ചിട്ടൊന്നും ഓടിക്കാൻ നിൽക്കരുത്. എപ്പോഴെന്നില്ലാതെ അങ്ങ് പോവും ബാലൻസ്. നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല ഈ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ. എന്തായാലും അതൊക്കെ പോയിട്ട് അപ്പം നമുക്ക് സിറ്റി ലിമിറ്റിലെത്തിയിട്ട് ഓട്ടോ അടിക്കുമായിരിക്കും. എന്തായാലും ഫുഡ് കഴിക്കണം. പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ഹോട്ടലുണ്ട്. അവിടെ നിർത്തിയൊന്ന് നല്ല ചോറും മീൻകറിയും എല്ലാം വെച്ച് കഴിക്കണം. കഴിച്ചിട്ട് നമുക്ക് യൂബർ ഓണാക്കി പെട്ടെന്ന് കയറണം സിറ്റിയിലോട്ട്. പുനലൂരിൻ്റെ പുതിയ ഹൈവേ ഒക്കെ നല്ല സെറ്റ് റോഡാണ്. പെട്ടെന്ന് എത്താൻ പറ്റും നമുക്ക്. ഇത് ഇപ്പം നമ്മൾ പേപ്പർ മില്ലിൻ്റെ അടുത്തോട്ടാണ് വന്നിരിക്കുന്നത്, പുനലൂർ. പോകുമ്പോൾ അറിയാം ഓട്ടം എന്തായാലും കാണും. പക്ഷേ എനിക്ക് കിട്ടുന്നതൊക്കെ ഭയങ്കര പാടാണ്. ബാക്കിയുള്ളവർ 1000-2000 രൂപയ്ക്ക് ഓടിക്കഴിയുമ്പോൾ ഞാൻ 500 രൂപയ്ക്ക് ഓടിയിട്ട് നിൽക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അത് സംഭവം കുറച്ച് നാളെ യൂബർ എടുക്കാത്തതുകൊണ്ട് അവന്മാരായിട്ട് ഇങ്ങനെ ഇഴപ്പിക്കും. നല്ല ലാഗടിപ്പിച്ചിട്ടേ തരുള്ളൂ ഇനി ഓട്ടം. ചത്ത് കിടന്ന് ഇനി കഷ്ടപ്പെട്ടാൽ ഇനി നല്ല രീതിയിൽ ഓട്ടം കിട്ടുള്ളൂ. എന്തായാലും നോക്കാം വരുന്നവർ. പിന്നെ പുറത്തെല്ലാം ഓട്ടം ഉള്ളതുകൊണ്ട് പിടിച്ച് നിൽക്കാം. ഈ ജനുവരി പകുതി വരെ തന്നെ നല്ല ഓട്ടം കൊണ്ട് സീസണാണ്. അത് കഴിയുമ്പോൾ പിന്നെ ഓഫ് സീസണാവും, പിന്നെ ഓട്ടം കുറയും. ഇപ്പം അത്യാവശ്യം ഓട്ടം ഉണ്ടെന്നാണ് അറിവ്. നമ്മൾ പുനലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ അത് രാവിലെ വരണം. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ 5:30 ആ സമയത്ത് വരണം. ഭയങ്കര ഫേമസ് ആയത് ഇടയ്ക്ക് വെച്ച് ഭയങ്കര ഫേമസ് ആയി. പിന്നെ അവരനക്കല്ലേ എല്ലാ സ്ഥലവും ഇതേപോലെ എല്ലാം ആദ്യം തുടക്കത്തിലൊക്കെ ഫേമസ് ആവും, പിന്നീട് വലിയ ഇത് റീച്ചൊന്നും കാണില്ല. പിനാക്കിൾ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു അതായത് മേഘത്തട്ടുകളെല്ലാം നമ്മുടെ താഴെ നിൽക്കും. നമുക്ക് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലത്തെ ഇവിടെ
നിന്ന് ഒരു 3 കിലോമീറ്റർ. ഞാൻ വന്നിട്ടില്ല ഇതുവരെ, ഞാൻ പണ്ടൊക്കെ കണ്ടിട്ടേ ഉള്ളൂ റീലിൽ. എന്തായാലും അതിപ്പോൾ എന്തായാലും വന്നു. ഇപ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല, നല്ല മുട്ടൻ വെയിലായിരിക്കും. ഇവിടെ അടുത്ത് വന്ന സ്ഥിതിക്ക് നോക്കാം. സെറ്റ് റോഡാണ്. ഇങ്ങനെ വേണം റോഡുകളായ. നമ്മളവിടെ ആണെങ്കിൽ പൊളിക്കാൻ കാത്തിരിക്കും. പുതിയ റോഡിട്ട് അപ്പം പൊളിക്കും, ഇല്ലെങ്കിൽ അവന്മാർക്ക് ഉറക്കം വരത്തില്ല. സിറ്റിയിലെ ഫുള്ള് പോക്കറ്റ് റോഡുകളും പൊളിച്ചിട്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ പോക്കറ്റ് റോഡൊക്കെ കണ്ട അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി വീടുകളുണ്ട് കേട്ടോ. ബൈക്ക് റൈഡേഴ്സൊക്കെ എന്താണ്ട് ഇതിലേ പോകുന്നുണ്ട് മിക്കവാറും. ആ വ്യൂ പോയിന്റിൽ പോയിട്ടൊക്കെ പോകുന്നതായിരിക്കും. ഹെൽമറ്റൊന്നുമില്ല ഒരുത്തർക്കും. അവിടെ എത്തിയിട്ട് കാണാം. ചെറിയൊരു ഹൈ റേഞ്ച് കയറുന്ന ഒരു എഫക്റ്റ് ഉണ്ട് കേട്ടോ. അതാണ്ട് പോയിന്റ് എത്തി കേട്ടോ. സെറ്റ് സ്ഥലം. ഇതൊരിക്കൽ രാവിലെ വരണം കേട്ടോ. ഇത് വരേണ്ട സ്ഥലം തന്നെയാണെന്ന് തോന്നുന്നു. ഒരു ദിവസം വരാം. ഓട്ടോ ഇല്ലാത്ത ഒരു ദിവസം നോക്കി വണ്ടി സർവീസിന് ചെയ്യണം, കയറ്റിയിട്ട് വരാം. ഒരു ഇലക്ട്രിക് വണ്ടി വീട്ടിലെടുത്തായിരുന്നു പെങ്ങൾ. അപ്പം ആ വണ്ടിയിൽ നമുക്ക് വരാം. അതിൻ്റെ എന്തായാലും നമുക്കിനി ചെയ്യാനുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ 10K കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ തേർഡ് സർവീസ് കൂടെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഇടണം. അത് അത്യാവശ്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, പെട്രോൾ വണ്ടി ആയതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളും ബാക്കിയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഇടണം. അതേപോലെ തന്നെ ആ EVയുടെയും വീഡിയോ ചെയ്യണം. അതും ആരും ചെയ്തിട്ടില്ല, ആകെ ഒരാൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. EVയുടെയും അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെയും ഒരു വീഡിയോ ചെയ്യണം. ഇനി നമുക്ക് 1 കിലോമീറ്റർ കൂടെയാണ് കാണിക്കുന്നത് കേട്ടോ. വഴിയെല്ലാം അടിപൊളി വഴി. ഫോട്ടോയൊക്കെ നല്ല സൂപ്പർ ഫോട്ടോ എടുക്കാൻ. എനിക്ക് ഫോട്ടോഗ്രാഫിയിലൊക്കെ ഇത്തിരി കമ്പം കൂടുതലാണ്. ഫോട്ടോഗ്രാഫി, വൈൽഡ് ലൈഫ്. ക്യാമറ ഉണ്ടായിരുന്നതാണ്, അത് കൊടുക്കേണ്ടി വന്നു വൈൽഡ് ലൈഫിനുള്ള. എന്തായാലും ഇനി അതൊക്കെ ഇനി സെറ്റ് ചെയ്യണം പയ്യെ കടങ്ങളെല്ലാം തീർത്തിട്ട്. താഴെ വ്യൂ സെറ്റാണ് കേട്ടോ. അത്യാവശ്യം കോടയുണ്ട് താഴെ, പക്ഷെ മേഘത്തട്ടുകളൊന്നും ഇല്ല. അത് രാവിലെ തന്നെ വരണം കേട്ടോ, എന്നാലേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ താഴെ നല്ല കോടയുണ്ട്. കാണിച്ചു തരാം ഞാൻ ഇറങ്ങിയിട്ട്, സ്ഥലം എത്തിയിട്ട് കാണിച്ചു തരാം. കാണുന്നുണ്ട്. നോക്കിയേ, പിനാക്കിൾ വ്യൂ പോയിന്റ്. ഇതേപോലെ തന്നെയാണ് റോസ്മലയും കേട്ടോ. റോസ്മല നല്ല സെറ്റ് നല്ലൊരു വ്യൂ ആണത്. പക്ഷേ റോഡ് ഇത്തിരി മോശമാണ്. അകത്തോട്ട് കയറുന്ന ഒരു 25 കിലോമീറ്ററോളം ഓഫ് റോഡെന്ന് പറയാൻ പറ്റും. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. അടിഭാഗം തട്ടും. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ പണി കിട്ടും. പിന്നെ പോകുമ്പോൾ അകത്തോട്ട് എത്തിയുമ്പോൾ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഒരു കുളിക്കാൻ പറ്റും. അതും ഒരു ദിവസം പോകണം. ഇതാണ് വ്യൂ പോയിന്റ്. പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല, കാട് പിടിച്ച് കിടക്കുകയാണല്ലേ. ഇതാണ് വ്യൂ പോയിന്റ്. പക്ഷേ സൈഡൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. മരങ്ങളൊക്കെ ഇതെവിടെ നിന്ന് പിന്നെ കാണുന്നത്?
പോയിന്റ് കഴിഞ്ഞു, പക്ഷേ കാണാൻ പറ്റത്തില്ലല്ലോ. ഫുൾ കാട് പിടിച്ച് കിടക്കുകയാണല്ല, താഴോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയി നോക്കാം എല്ലാം കാണാൻ പറ്റുമോ. എനിക്ക് തോന്നുന്നില്ല, വന്നത് വെറുതെ ആയെന്ന് തോന്നുന്നു. പക്ഷേ സംഭവം ചെറിയ പണി കിട്ടി ഗൈസ്. വ്യൂ പോയിന്റ് ലെഫ്റ്റ് സൈഡ് കാണുന്നത് തന്നെയാണ് കേട്ടോ. അത് റബ്ബറൊക്കെ ഫുള്ള് വളർന്ന് നിൽക്കുകയാണ്, അതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അതാണ് സംഭവം. ഇപ്പം ഒരു വലിയ അനക്കമൊന്നും ഇല്ലാത്ത പിന്നാക്കിൾ വ്യൂ പോയിന്റ് കണ്ടോ. റബ്ബറൊക്കെ അങ്ങ് വളർന്ന് നിൽക്കുകയാണ്, അതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഇത് ഇല്ലെങ്കിൽ പിന്നെ താഴോട്ട് ഇറങ്ങേണ്ടി വരും, റിസ്ക്കാണ്. ഈ മരങ്ങളെല്ലാം വളർന്ന് നിൽക്കുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ മേഘത്തട്ടുകൾ ഇതിൻ്റെ താഴെ നിൽക്കും, ഒരു രക്ഷയില്ല, കാണാൻ പറ്റില്ല. കാട് പിടിച്ച് കിടക്കുക. എന്ത് ചെയ്യും? ഇവിടെ നിന്ന് വല്ല വ്യൂ കാണാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നോക്കട്ടെ, അവിടെ ഒരു ഗ്യാപ്പ് കണ്ട, അവിടെ നിന്ന് എല്ലാം കാണാൻ പറ്റിയാലോ. ആയി ഫുള്ള് ഈ സൈഡ് ഫുള്ള് മരങ്ങൾ, റബ്ബർ വളർന്ന് നിൽക്കുകയാണ്. റബ്ബറും വേറെ മരങ്ങളും കാര്യങ്ങളൊക്കെ. അയ്യോ, വന്നത് വെറുതെ 8 കിലോമീറ്റർ. അല്ലെങ്കിൽ ഈ റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഇടയിൽ കൂടെ വണ്ടി ഓടിച്ച് പോകാൻ നല്ല രസമാണ് കാണാൻ. നല്ല പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ. ഇപ്പം ഇനി അങ്ങനെ ആശ്വസിക്കാം, അല്ലാതെ വഴിയില്ല. ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ, കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതാണ് കേട്ടോ വ്യൂ പോയിന്റ്. ഫുള്ള് കാട് പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നും കാണാനൊന്നും പറ്റത്തില്ല. വേറെ ഏതെങ്കിലും സൈഡ് കാണാൻ പറ്റുന്ന, അത് നമുക്ക് അറിഞ്ഞൂടാ. ആ പറഞ്ഞോളൂ. ഇവിടുന്ന് സാർ, ഇവിടുന്ന് 15 കിലോമീറ്റർ ഉണ്ട് സാർ. അല്ല, ഇത് നമുക്ക് നമ്മുടെ റൂട്ടല്ല ഇത്. ഞാൻ ഇവിടെ ഒരു ട്രിപ്പിന് വന്നിട്ട് ഞാൻ ഓണാക്കിയതാണ്. ഞാൻ അപ്പം ഇത് തിരിച്ച് 15 കിലോമീറ്റർ അങ്ങോട്ട് വരണം. ട്രിപ്പ് കൺഫേം ആണെന്ന് ചോദിച്ചാൽ ഇത് എവിടെ പോകാനായിരുന്നു? ട്രിവാൻഡ്രം പോകാനായിരുന്നു. എത്ര സാർ ഫെയർ കാണിച്ചേ? ഹലോ, എത്ര? 1480 സാർ. ഓക്കെ, ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം സാർ. ക്യാൻസൽ ആവത്തില്ലല്ലോ അല്ലേ? ഇല്ലല്ല, വരുന്ന സമയത്ത് ക്യാൻസൽ ആക്കത്തില്ലല്ലോ അല്ലേ? ഓക്കെ. കാരണം ഇതേപോലെ ദൂരം അങ്ങോട്ട് വരുന്ന സമയത്ത് ക്യാൻസൽ ചെയ്ത് കളയും, അതാ. ഓക്കെ. ഞാൻ അപ്പം ഇവിടെ നിന്ന് എത്തേണ്ട താമസം. ആ, മാപ്പുണ്ട്. ലൊക്കേഷൻ കറക്റ്റ് തന്നെ അല്ലേ? ഓക്കെ സാർ. എന്തായാലും നമ്മൾ ആളെ എടുക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്യാൻസലൊന്നും ചെയ്തിട്ട് പോകണില്ല കേട്ടോ, അതൊന്നും ചെയ്യത്തില്ല. ആ ഫെയർ തന്നെയാണ് നമ്മൾ പോകുന്നത്. 15 കിലോമീറ്റർ എന്നാലും വലിയ കുഴപ്പമില്ല, നമുക്ക് തിരിച്ചുള്ള ട്രിപ്പ് കിട്ടിയില്ലേ. ഇതൊക്കെ ലക്കാണ് കേട്ടോ. ഒന്നും ആർക്കും ഒന്നും പറയാൻ പറ്റാത്തതാണ്. കിട്ടി എന്നുള്ള ഇതിലാണ്. എന്തായാലും ഇതുകൊണ്ട് ഈ സ്ലോട്ട് വിട്ടിട്ട് ഇനി കഴിക്കാം. ട്രിപ്പ് കിട്ടുമ്പോഴാണ് ഇത്തിരി സന്തോഷം. ഇത്രയും നാളും വെറുതെ ഇരുന്നതിൻ്റെ ഒരു ക്ഷീണം ഇപ്പോഴാണ് ഒന്ന് മാറി കിട്ടിയത് ഈ ട്രിപ്പ് വന്നപ്പോൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുനലൂരിൻ്റെ ട്രിപ്പും പിന്നെ അല്ലാതെ ബാക്കി യൂബർ
എത്ര നമുക്ക് ഓടിയെടുക്കാൻ പറ്റുന്ന എമൗണ്ട് കറക്റ്റായിട്ട് ഞാൻ പറയത്തില്ല കേട്ടോ ഇനി. അതെല്ലാം ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഞാൻ പറയുന്ന എമൗണ്ട്, ഒരു ദിവസം എത്രയ്ക്ക് ഓടി എന്നുള്ള കാര്യത്തിലൊക്കെ. ഞാനായിട്ട് അവരുടെ കഞ്ഞിയിൽ പാറ്റയിടുന്നു എന്നൊക്കെ പറഞ്ഞു. അവരെ പേടിച്ചിട്ടൊന്നുമല്ല, അത് ഞാനും ആലോചിച്ചപ്പോൾ അത് വേണ്ടാന്ന് തോന്നി. നമ്മൾ ഉണ്ടാക്കുന്ന കാശ് അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഏകദേശം ഒരു എമൗണ്ട് പറയാം, ഓട്ടം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. എമൗണ്ടും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇനി. എത്രയൊക്കെ ഓടി അതൊന്നും പറയാം. ഒരു ആവറേജ് ഞാൻ ചിലപ്പം പറയാം പറ്റുവാണെങ്കിൽ. ഫിഗറൊന്നും ഞാൻ കറക്റ്റ് ഫിഗറൊന്നും ഞാൻ ഇനി പറയത്തില്ല, ആർക്കും ഒന്നും വിചാരിക്കരുത്. എന്തായാലും നമുക്ക് ആളെ നോക്കിയിട്ട് ആളെ കിട്ടും. ശരി, എന്നാലും ഞാൻ അത് ചെയ്യും. പുനലൂരിലൊക്കെ യൂബർ ബുക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെയൊക്കെ യൂബർ ഇതേപോലെ സ്ഥിരമായിട്ട് ബുക്ക് ചെയ്യുന്നവരാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും എനിക്ക് ഭാഗ്യമുണ്ട് ഇന്നത്തെ ദിവസം. ഈ കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് കഷ്ടമായിരുന്നു. ഓട്ടം ഒന്നും തരാതെ 600-700 ഓടിയിട്ട് കയറേണ്ട അവസ്ഥയായിരുന്നു, നൈറ്റ് കിടന്നിട്ട് പോലും. ആകെ വിഷമിച്ചിരുന്നു ഇന്നത്തെ ദിവസം. എന്തായാലും ഇന്നലെ വൈകിട്ട് പള്ളിയിലും പോയി, ഇത്തിരി സമാധാനമായി. വിട്ടയുടെ തിരുനാൾ നടക്കല്ലേ, ലാസ്റ്റ് ദിവസമാണ് ഇന്ന്. ഇന്നലെ പള്ളിയിൽ പോയി, അതിൻ്റെ ഒരു അനുഗ്രഹമുണ്ട്. ഈ വണ്ടി എടുത്തതിന് ശേഷമാണ് ഇത്തിരി ദൈവവിശ്വാസമൊക്കെ തുടങ്ങിയത് കേട്ടോ. ഇല്ലെങ്കിൽ എന്നെ പള്ളിക്കള്ളനും പിന്നെ കള്ള ക്രിസ്ത്യാനി എന്നൊക്കെയാണ് എന്നെ എൻ്റെ കൂട്ടുകാരന്മാരെ വിളിക്കുന്നത്. ഞാൻ പള്ളി കയറത്തില്ല, പള്ളി പോകത്തുമില്ല, വർഷങ്ങളായി. ഈ വണ്ടി എനിക്ക് കിട്ടിയതിന് ശേഷമാണ് ഇത്തിരി ദൈവവിശ്വാസവും കാര്യങ്ങളൊക്കെ തുടങ്ങി. എന്തായാലും ബാക്കി വിശേഷം നമുക്ക് ഇനി ഈ ട്രിവാൻഡ്രം എത്തിയിട്ട് കാണാം. പിന്നെ എത്രയായിരുന്നു? 7089.